ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണന് പിന്തുണ തേടി BJP നേതാക്കൾ പ്രതിപക്ഷ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഉപരാഷ്ട്രപതി പദത്തിലേക്ക് മത്സരം ഒഴിവാക്കി സമവായത്തിലൂടെ കാര്യങ്ങൾ നീക്കാനാണ് BJPയും NDAയും ആഗ്രഹിക്കുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പ്രതികരിച്ചു. അതേസമയം പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനിക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് S നന്ദഗോപൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. നന്ദൻ, ഈ CP രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ അടുത്ത ഉപരാഷ്ട്രപതിയാകും എന്നത് ഉറപ്പാണ്. കാരണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത് ഇലക്ട്രൽ കോളേജ് പ്രകാരം രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾക്കാണല്ലോ. അപ്പോൾ ഈ രണ്ട് ഹൗസിലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള NDAയെ സംബന്ധിച്ചിടത്തോളം NDA മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണൊരു മത്സരം? ഇതൊരു സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ പോരെ എന്നതല്ലേ NDAയുടെ സ്ട്രാറ്റജി? നന്ദൻ, തീർച്ചയായിട്ടും. അതായത് ലോക്സഭയിലെ അംഗങ്ങൾക്കും രാജ്യസഭയിലെ തെരഞ്ഞെടുത്ത അംഗങ്ങൾക്കുമാണ് പ്രധാനമായും വോട്ടവകാശമുള്ളത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി. ഈ വോട്ടവകാശം നമ്മൾ കക്ഷിനില പരിശോധിച്ചാൽ 293 അംഗങ്ങൾക്ക് ലോക്സഭയിൽ ഈ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധിക്കും. 129 അംഗങ്ങളുണ്ട് രാജ്യസഭയിൽ NDAക്ക് പിന്തുണയുമായിട്ട്. ഇത്തരത്തിൽ മുഴുവനായിട്ട് 422 അംഗങ്ങളുടെ പിന്തുണ CP രാധാകൃഷ്ണന് സ്വാഭാവികമായും ലഭിക്കും. വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ട് നില എന്നുള്ളത് 394. അതായത് ഈ 394-നേക്കാളും 28 വോട്ടുകൾ കൂടി അധികമായി CP രാധാകൃഷ്ണൻ ജയിക്കും. സ്വാഭാവികമായും CP രാധാകൃഷ്ണന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അനായാസേന വിജയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് എന്തിനാണ് മത്സരം എന്നുള്ളൊരു നിലപാട് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മത്സരം ഒഴിവാക്കി സമവായത്തിലൂടെ CP രാധാകൃഷ്ണനെ വിജയിച്ച് എടുക്കാൻ കഴിയും അല്ലെങ്കിൽ വിജയിപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ NDA നേതാക്കൾ ചിന്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ മുന്നണിയുടെ നേതാക്കളുമായി BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ടെലിഫോൺ സംഭാഷണം നടത്തുകയും ചെയ്യും. ഇതിനോടകം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് DMKയുടെ നിലപാടും വളരെ പ്രധാനമാണ്. DMK ഇതുവരെയായിട്ടും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സമവായത്തിലൂടെ ഒരുമിച്ച് CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപദത്തിലേക്ക് എത്തിക്കുവാൻ DMK തയ്യാറാകുമോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം. ഏതായാലും DMK കൂടി നിലപാട് വ്യക്തമാക്കിയ ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമ വ്യക്തത ഉണ്ടാകുക. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ND മുന്നണി യോഗം ചേരുന്നുണ്ട്. അതേസമയം ND മുന്നണിക്കകത്ത് വളരെ ശക്തമായ ഒരു അഭിപ്രായം ഉയരുന്നത് തോറ്റാലും സ്ഥാനാർത്ഥി വേണം എന്നുള്ളൊരു നിലപാടിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. ഒരു പക്ഷേ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷത്തിനോട് ആവശ്യത്തോട് ഇന്ത്യ സഖ്യം യോജിക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും അത്തരത്തിലൊരു യോജിപ്പിലേക്ക് കടക്കാൻ സാധ്യതയില്ല. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തന്നെ ഇന്ത്യ സഖ്യം നിർത്തും. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് സർക്കാരിനെതിരെ ശക്തമായി പോരാടി പ്രതിപക്ഷം നിൽക്കുന്നു എന്നുള്ള ഒരു അത്തരമൊരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സമവായത്തിലൂടെ CP രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ NDA ശ്രമിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടന്നാലും ഇല്ലെങ്കിലും ഭാരതത്തിന്റെ അടുത്ത ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ വിജയിച്ചു കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭയിലും രാജ്യസഭയിലും NDAയ്ക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള പശ്ചാത്തലത്തിലാണ് സമവായത്തിലൂടെ CP രാധാകൃഷ്ണനെ വിജയിപ്പിക്കുവാനുള്ള ശ്രമം BJPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ BJPയുടെ നിർണായകമായ പാർലമെന്ററി ബോർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്നാണ് CP രാധാകൃഷ്ണൻ എന്ന മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ ഗവർണറെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഒപ്പം ഇന്ത്യ സഖ്യം അവരുടെ തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജി ചർച്ച ചെയ്യുന്നതിനായി ഇന്നിപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുവെന്ന വിവരങ്ങൾ കൂടി S നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.